പൊന്നൂസ് ഫ്രണ്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണ സീസണൊക്കെയാണ്. കല്യാണ സീസണോടനുബന്ധിച്ചിട്ടുള്ള ഒരു നാച്ചുറൽ ഹോം മെയ്ഡ് ഫേഷ്യലാണ്. നമ്മുടെ സ്കിന്നെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം കിളികളുടെ ഒക്കെ സൗണ്ട് ഉള്ളതുകൊണ്ട് സൗണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് തൈരാണ്. അപ്പം തൈരോ അല്ല യോഗോട്ട് എടുക്കാം. ഞാനിപ്പോൾ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് നമുക്കെന്ന് പറയുമ്പോൾ എനിക്കിവിടെ തൈരാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ക്ലെൻസിങ് ആണ്. ഇത് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നെല്ലാം നമ്മുടെ സ്കിന്നൊക്കെ പോറായിട്ടിരിക്കുന്ന ഭാഗങ്ങളും എല്ലാം തന്നെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫേസ് വാഷാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വേണം ക്ലെൻസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ തൈര് എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂണോളം തൈര് എടുത്താൽ മതി. അപ്പോൾ തൈര് എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഒന്ന് പാട് എന്തെങ്കിലും ഒരു കോട്ടൺ പാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ആദ്യമേ എല്ലാം ഒന്ന് ടച്ചപ്പായിട്ട് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒരു 1 to 3 മിനിറ്റ്സോളം മതി. നമുക്ക് ഒത്തിരി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കണ്ണിൻ്റെ ആ താഴെയും ഒക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട്. തൈരെന്ന് പറയുമ്പോൾ സാധനം നമുക്കറിയാം, ലാക്റ്റിക് ആസിഡ് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു റെമഡിയാണ് ക്ലെൻസ് ചെയ്യാനൊക്കെ. നിങ്ങൾക്ക് ക്ലെൻസറൊക്കെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ തൈര് ഡെയിലി യൂസ് ചെയ്താലും നല്ലതാണ് സ്കിന്നിന്. ഇത് ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മളൊരു കുറച്ച് ചൂട് വെള്ളത്തിൽ വേണം നമ്മുടെ ഫേസ് ഒന്ന് കഴുകിയെടുക്കാനായിട്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിൽ കഴുകുന്ന എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഴികളൊക്കെ കാണുമല്ലോ, ഫേസിൽ പോറൊക്കെ കണ്ടുകൊണ്ട് അതെല്ലാം ഒന്ന് അടയാൻ സഹായിക്കും, ഒന്ന് ക്ലോസ്ഡ് ആവാൻ സഹായിക്കും. വാം വാട്ടറിൽ കഴുകുമ്പം ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മതി ഫേസ്. നമുക്ക് കഴുകിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി നമ്മളിതിലേക്ക് കോഫി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. തൈരിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. ഓക്കെ, അതിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു 1 to 2 മിനിറ്റ്സോളം ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് വെക്കണം. എന്നിട്ട് വേണം കഴുകി കളയാനായിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എക്സ്ഫോളിയേഷനാണ്. ഞാൻ എക്സ്ഫോളിയേഷന് യൂസ് ചെയ്തത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. അപ്പം അതാണ് കുറച്ചുകൂടി അവൈലബിൾ ആയിട്ട് ഉള്ളത്. കൊണ്ടും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള കോഫി പൗഡേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള യൂസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് പൗഡർ യൂസ് ചെയ്യാം. നമുക്ക് നെസ്കഫയോ അല്ലെങ്കിൽ ബ്രൂവോ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് എക്സ്ഫോളിയേഷൻ ഉള്ളതാണ്. എക്സ്ഫോളിയേഷന് നമ്മൾ നല്ലപോലെ ഇതുപോലെ തന്നെ സെയിം. എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 10 to 15 മിനിറ്റ്സോളം നമ്മൾ എത്രമാത്രം നമ്മൾ സ്ക്രബ് ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാവും. മാത്രമല്ല നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം കൂടി ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്ക്രബ് എന്ന് പറയുമ്പോൾ. നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് 10 to 15 മിനിറ്റ്സോളം ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പം 10 to 15 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. നമ്മൾ മാക്സിമം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്നത് ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് തേനാണ്.
സസ്റ്റെയിൻ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് നമ്മൾ തൈരാണ് എടുത്തിരിക്കുന്നത്, ആഡ് ചെയ്യുന്നത്. തൈരിൻ്റെ ശേഷം ആക്നെ പ്രോൺ സ്കിൻ, മോക്കുരുവൊക്കെ ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ മുൾട്ടാണി മിട്ടി നമുക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മുൾട്ടാണി മിട്ടി നമ്മുടെ മോക്കുരുവൊക്കെ മാറാനൊക്കെ ഏറ്റവും നല്ലൊരു പൗഡറാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്ക് ഇത് ഫേഷ്യലിൻ്റെ കൂടെ അല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഫേസ് പാക്ക് ഡെയിലി ബേസ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഇത് നമുക്കൊരു 25-30 മിനിറ്റ്സ് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ലാസ്റ്റത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഇല്ല. ആഴ്ചയിൽ 2 ദിവസമാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം കല്യാണത്തിനോടനുബന്ധിച്ചിട്ട് ബ്രൈഡൽ സ്കിൻ കെയർ റൊട്ടീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം 100% റിസൾട്ട് തരുന്നതാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ പിമ്പിൾസ് ഒക്കെ ഉള്ളതും പിന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ പിന്നീട് നല്ലൊരു ഡെയിലി ബേസ്ഡ് ക്ലെൻസർ എന്നോട് ചോദിച്ചിരുന്നു. അപ്പം അത് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലെൻസറാണ് സെറ്റാഫിലിൻ്റെ ക്ലെൻസർ. അപ്പം നിങ്ങൾക്കറിയാം, സെറ്റാഫിലിൻ്റെ ക്ലെൻസർ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എന്നാലും പറയുകയാണ്, ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ക്ലെൻസറാണ്. നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റെജുനേറ്റഡ് ആയിട്ട് സഹായിക്കും. മാത്രമല്ല നമുക്ക് നല്ലൊരു വൈറ്റമിൻ B5 അടങ്ങിയിരിക്കുന്ന ഒരു ക്ലെൻസറാണ്. ഡെർമറ്റോളജിസ്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു അടിപൊളി ക്ലെൻസറാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്ലെൻസറാണിത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.